വെൽക്കം ബാക്ക് ടു ഇൻസ്പയർ സ്റ്റോറീസ്. എവറിത്തിങ് ബിഗിൻ വിത്ത് ആൻ ഐഡിയ എന്ന് നമ്മൾ പറയാറുണ്ട്. അത്തരമൊരു ഇന്നവേറ്റീവ് ഐഡിയ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു കോവർക്കിംഗ് സ്പേസിലാണ് നമ്മളുള്ളത്. കൊച്ചി കാക്കനാട് ഇൻഫോ പാർക്കിന് അടുത്തുള്ള കോക്കോയിലാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മളുള്ളത് കൊച്ചി കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തുള്ള കൊക്കോ എന്ന് പറയുന്ന സ്പേസിലാണ്. അപ്പോൾ അതിൻ്റെ മാനേജിംഗ് പാർട്ണറായ മിസ്റ്റർ അനന്തു നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാണ്. ഹായ് അനന്തു, വെൽക്കം. അനന്തു, എനിക്ക് ആദ്യമായിട്ട് കൊക്കോ എന്താണെന്ന് ചോദിക്കുന്നതിന് മുന്നേ പറയാനുള്ളത് ഇവിടുത്തെ ഒരു വണ്ടർഫുൾ ആംബിയൻസ് ആണ്. നമ്മളിവിടേക്ക് കടന്നു വരുമ്പോൾ കിട്ടുന്നൊരു പോസിറ്റീവ് വൈബ്രേഷൻ, അല്ലെങ്കിൽ ഒരു ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു തീമാണ്. അതെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ആദ്യമേ ഒരു പ്ലാനിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ട് കോക്കോ എന്താണെന്നുള്ളൊരു എക്സ്പ്ലനേഷനിലേക്ക് വരാം. ഇനിഷ്യലി തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒരു അറ്റ്മോസ്ഫിയർ വിച്ച് ഇസ് ലൈക്ക് എ വർക്ക് ലൈഫ് ബാലൻസ്. ഓക്കെ, അതായിരുന്നു മെയിൻ കോൺസെപ്റ്റ്. നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കളർ തീമും പാറ്റേൺസും നമ്മുടെ ബ്രാൻഡ് കളേഴ്സ് എല്ലാം നമ്മൾ കൊണ്ടുവന്നത്. അത് നമ്മൾ മാക്സിമം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ നമ്മുടെ ആ ഒരു ബ്രാൻഡ് എലമെൻറ്റ്സ് യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ്, അതായത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു ട്രഡീഷണൽ 9 to 5 വർക്ക് സ്പേസ് അല്ലാതെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു സ്പേസ്, വളരെ യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ളൊരു വർക്ക് സ്പേസ്. സോ അതിൻ്റെ ഒരു തീമായിരുന്നു ഈ കളേഴ്സും അല്ലെങ്കിൽ ഈ ഒരു ലേഔട്ടും ആ ഒരു ആർക്കിടെക്ചർ ഡീറ്റെയിൽസും. ഇതിൻ്റെ ഒരു കളർ പാലറ്റിംഗ് ഒക്കെ അനന്തു തന്നെയാണോ, അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടേഴ്സ് നിങ്ങളെല്ലാവരുടെയും കൂടെ ഒരു ഡിസിഷൻ ആണോ, അതെ ഇൻറ്റീരിയർ ഡിസൈനറിൻ്റെ ഒക്കെ ഒരു പങ്കാണോ ഇതിൻ്റെ പുറകിൽ? ആർക്കിടെക്റ്റാണ് നമ്മളെ അതിനെ ഹെൽപ്പ് ചെയ്തത്. സോ ദ ഐഡിയ വാസ് ക്ലിയർ, ഇങ്ങനെ ഒരു സ്പേസ് ആണ് വേണ്ടത്. സോ അത് കൺവേ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ആർക്കിടെക്ട്സ് അതുപോലെ ഒരു സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുമായിരുന്നു. ദാറ്റ്സ് വെരി ഫൈൻ ആക്ച്വലി. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വർക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു ആംബിയൻസ് ആണ്. ലൈക്ക് എനിക്ക് അടുത്തായിട്ട് നമുക്ക് ശരിക്കും ഫസ്റ്റ് ചോദിക്കേണ്ടതായിരുന്നു, എന്താണ് കോക്കോ എന്നുള്ളൊരു പേരും അതിൻ്റെ പിന്നിലുള്ള ഒരു കോൺസെപ്റ്റും? കൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്റ്റീവ് കോവർക്സ്. അപ്പം കളക്റ്റീവ് കോവർക്സ് എന്നുള്ളൊരു പേരിലോട്ട് എത്താനായിട്ടുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ദ ഹോൾ കോൺസെപ്റ്റ് ഇസ് അബൌട്ട് കളക്റ്റീവ്നെസ്. അപ്പം വർക്ക് സ്പേസിലുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ആസ് വെൽ ആസ് പേഴ്സണൽ ആസ്പെക്റ്റിലും നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏരിയ, ഐ മീൻ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഓർ എൻവയോൺമെൻ്റ് ആയിരിക്കും കളക്റ്റീവ് കോവർക്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഒരു ക്യാച്ചി ആയിട്ടുള്ള ഒരു യങ് വൈബ്രൻറ്റ് പേരാക്കിയതാണ് കൊക്കോ. നമ്മൾ എത്ര വർഷമായി ശരിക്കും നമ്മൾ കോക്കോ ഇവിടെ സ്ഥാപിതമായിട്ട്? നമ്മൾ ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് 2021 പക്ഷേ ഇനിഷ്യൽ പ്ലാനിംഗ് എല്ലാം നമ്മൾ 2019 സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ അന്ന് ഇതുപോലൊരു വർക്ക് സ്പേസ് നമ്മുടെ ഒരു സിറ്റിയിൽ ഇല്ലായിരുന്നു, വളരെ കോമൺ അല്ലായിരുന്നു. 1-2 പ്ലേയേഴ്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ദേർ ബിക്കെയിം ഒരുപാട് ആൾക്കാർക്ക് ഈ പറഞ്ഞ കോൺസെപ്റ്റ് അറിയാൻ പറ്റി, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സോ ബേസിക്കലി കോവിഡ് ടൈമിൽ വർക്ക് ഫ്രം ഹോം കോൺസെപ്റ്റ് ഒക്കെ ഒരുപാട് വന്ന സമയം. ആ സമയം കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്, ആക്ച്വലി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് 2021. ഓക്കെ. അപ്പം 2021 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെറിയ ശതമാനം ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ ഒരു മോഡൽ ഉണ്ട് എന്ന് മനസ്സിലായി തുടങ്ങിയിരുന്നു. അപ്പം അത് ആക്ച്വലി ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു. എന്നുവെച്ചാൽ പുതിയൊരു കോൺസെപ്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിന് വേണ്ട ഇനിഷ്യൽ മാർക്കറ്റിംഗ് ഒക്കെ കുറച്ച് നമുക്കൊന്ന് ലീനിയൻ്റ് ആവാൻ പറ്റി. എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർക്കൊക്കെ ഒരു ഐഡിയ വന്നു ഈ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇങ്ങനെ ഹൈബ്രിഡ് മോഡൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചെറിയ ഓഫീസ് സ്പേസസ് എടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് ആൾക്കാർക്ക് ആ ഒരു ഐഡിയ വന്നു. ചെറുതും വലുതുമായിട്ട് ഇവിടെ നമുക്ക് എത്ര സ്പേസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, ലൈക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ കാക്കനാട് ഫെസിലിറ്റിയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്ക്വയർ ഫീറ്റ് ഒരു 15,000 സ്ക്വയർ ഫീറ്റ്സ് ആണ് നമുക്ക് ഏരിയ ഉള്ളത്. അതിൽ നമ്മൾ നിയർലി ഒരു 267 ഡെഡിക്കേറ്റഡ് സീറ്റ്സും കോൺഫറൻസ് റൂംസ്, മീറ്റിംഗ് റൂംസ്, പിന്നെ ഇവൻറ്റ് സ്പേസസ്, ലോഞ്ച് സ്പേസസ്, പാൻട്രി ഏരിയ, വാഷ്റൂംസ്, അങ്ങനത്തെ ഏരിയാസ് എല്ലാം കൂടെ നമുക്ക് 15,000 സ്ക്വയർ ഫീറ്റ്സിൽ ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ട്. ഇതെല്ലാം ഭയങ്കരമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അനന്തു അല്ലാതെ ശരിക്കും ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് തലത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? ഞങ്ങൾ 3 പാർട്ട്നേഴ്സാണ് ബേസിക്കലി ഉള്ളത്. സോ മൈസെൽഫ്, അനന്തു, പിന്നെ എൻ്റെ ഫ്രണ്ട് മിഥുൻ, പിന്നെ നമ്മുടെ മൂന്നാമത്തെ പാർട്ണർ കാസ്പിയൻ ടെക് പാർക്സ് എന്ന് പറഞ്ഞ കാസ്പിയൻ ഗ്രൂപ്പിന്റെ MD ആണ് തോമസ് ചാക്കോ മുക്കാട്. അവരാണ് നമ്മുടെ മേജർ ഇൻവെസ്റ്റർ ആസ് വെൽ. അവർ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 2000 എംപ്ലോയീസ് ഒക്കെ ഉള്ള ഒരു വലിയൊരു ഫേം ആണ് തോന്നുന്നു. അതെ, കാസ്പിയൻ എന്ന് പറയുന്നത് വലിയ ഗ്രൂപ്പാണ്. അവർക്ക് ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്,
പിന്നെ സ്പേസസ് റെന്റലിന് കൊടുക്കുന്ന പരിപാടികളുണ്ട്. പിന്നെ ദേ ഓൾസോ ഹാവ് എ ടെക് പാർക്ക്, ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, എല്ലാം ഒരു വലിയ ഗ്രൂപ്പാണ്. കൊച്ചിയിൽ തന്നെ ബേസ്ഡ് ആയിട്ടുള്ള, കൊച്ചിയിൽ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ നിലവിൽ നമുക്കിവിടെ എത്ര കമ്പനീസാണ് ഇവിടെ കാക്കനാട് സ്പേസിലുള്ളത്? സോ കളക്റ്റീവ് കോവർക്സിന്റെ ഫസ്റ്റ് സ്പേസ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി. അത് വരുമ്പോഴത്തേക്ക് അറൗണ്ട് ഒരു 300 കമ്പനീസോളം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫിസിക്കലി മാത്രമല്ല, വെർച്വൽ അഡ്രസ്സസ് കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് നമുക്കുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് ഈ ഒരു 3 ഇയേഴ്സിൽ അറൗണ്ട് 300 കമ്പനിയോളം നമ്മുടെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓ ഗ്രേറ്റ്. അത് തന്നെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാര്യം കമ്പനീസ് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ സ്പേസിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വെർച്വൽ ഓഫീസ് എന്ന് പറഞ്ഞല്ലോ നമ്മൾ, അപ്പോൾ ശരിക്കും അത് അറിയാത്ത ഒരുപാട് പേരുണ്ട്. എന്താണ് ശരിക്കും ഈ ഒരു വെർച്വൽ ഓഫീസ് കോൺസെപ്റ്റ്? വെർച്വൽ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഡ്രസ്സ് വെച്ച് തന്നെ നിങ്ങളുടെ കമ്പനി രജിസ്റ്റർ ചെയ്യാനായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കാനായിട്ടും നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ആ ഒരു അഡ്രസ്സ് മാത്രം ഉപയോഗിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആക്ച്വലി ആ ഒരു അഡ്രസ്സ് ഉണ്ടെങ്കിലാണ് നമ്മൾ ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് ഒരു അഡ്രസ്സ് വേണം. അപ്പോൾ ആ ഒരു അഡ്രസ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. സോ നിങ്ങൾക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രീമിയം അഡ്രസ്സ് ആയിരിക്കും. ഓക്കെ, പല മൾട്ടിനാഷണൽ കമ്പനീസ് യൂസ് ചെയ്യുന്ന അഡ്രസ്സ് തന്നെയായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈവൻ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് പോലും ഇത്തരം ഒരു ഫെസിലിറ്റി അവൈൽ ചെയ്യാൻ പറ്റും. അതെ, ഉറപ്പായിട്ടും. ഒരു ഇൻഡിവിജ്വലിന് വേണമെങ്കിലും അവരുടെ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ, ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ലൈക്ക് ഞാനത് എനിക്ക് കോക്കോയുടെ അഡ്രസ്സിൽ എനിക്ക് എൻ്റെ കമ്പനി രജിസ്റ്റർ ചെയ്യാം അല്ലേ? അപ്പോൾ അവർക്ക് മറ്റ് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമുക്ക്, അല്ലെങ്കിൽ അമ്യൂണിറ്റീസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? സോ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഉള്ള ഒരു ഓർഗനൈസേഷനാണ്, ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. സോ ബേസിക്കലി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്, ഇൻക്ലൂഡിങ് പാർട്ടീസ്, ട്രെയിനിങ്സ്, വർക്ക്ഷോപ്സ്, ട്രിപ്പുകൾ, സെലിബ്രേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം അതിലെല്ലാം നിങ്ങൾക്ക് ഒരു എൻട്രി ഉണ്ടാവും ബേസിക് ആയിട്ട്. പിന്നെ ഈ വെർച്വൽ ഓഫീസിൽ തന്നെ നമ്മൾ പ്രീമിയം പാക്കേജസ് ചെയ്യുന്നുണ്ട്. ആ പ്രീമിയം പാക്കേജിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇൻ ഹൗസ് റേറ്റ്സിലായിരിക്കും മീറ്റിംഗ് റൂംസും കോൺഫറൻസ് റൂംസും കിട്ടുന്നത്, ഒരു ഡിസ്കൗണ്ടഡ് റേറ്റ്സിലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് വർക്ക് ചെയ്യാൻ, ഫിസിക്കലി വന്ന് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും നമ്മൾ അതിനകത്ത് കൊടുക്കുന്നുണ്ട്, പ്രീമിയം പാക്കേജിൽ വരും. അപ്പോൾ അവർക്ക് ഫിസിക്കലി വന്ന് വർക്ക് ചെയ്യാനെന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണോ? അതെ, ഇറ്റ് ഡിപ്പെൻസ്. നമുക്ക് ഒരു വെർച്വൽ ഓഫീസ് നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന ഒരു സീറ്റാണ്. ഈ സ്പേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു സിംഗിൾ സീറ്റ് ക്യാബിൻ തൊട്ട് നിങ്ങൾക്കൊരു 20 പേർക്കുള്ള ക്യാബിൻ വരെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റെഡി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാനേജർ ക്യാബിൻസ് ഉണ്ട്, അതായത് ഒരു 3 സീറ്റ്സ് ഒരു ഗസ്റ്റ് വരുന്ന അപ്പുറയിരിക്കുന്ന രീതിയിൽ അങ്ങനത്തെ ക്യാബിൻസ് ഉണ്ട്, പ്രീമിയം ക്യാബിൻസ് ആണ്. പിന്നെ ഈ 10 സീറ്റേഴ്സ്, 6 സീറ്റേഴ്സ്, 8 സീറ്റേഴ്സ്, 7 സീറ്റേഴ്സ്, അങ്ങനെ പല സ്പെസിഫിക്കേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സീറ്റിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു താരിഫ് വരുന്നത് അല്ലേ? നമ്മൾ പെർ സീറ്റിനാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്, ബിക്കോസ് എവറിത്തിങ് ഇസ് ഇൻക്ലൂഡഡ്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ വൈസും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ടോ അതെല്ലാം ഇതിനകത്ത് കവേർഡ് ആണ്. നമ്മുടെ ആ ഒരു റെന്റലിനകത്ത് കവേർഡ് ആണ്. ഹൗസ് കീപ്പിംഗ്, സെക്യൂരിറ്റി, മെയിൻ്റനൻസ്, വൈഫൈ, ഇലക്ട്രിസിറ്റി, വാട്ടർ ബിൽസ്, പാൻട്രി സർവീസസ്, അൺലിമിറ്റഡ് കോഫി, ടീ, റിസപ്ഷനിസ്റ്റ്, HR റിലേറ്റഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരാൾ, IT ഹെഡ്. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ സർവീസസ് എല്ലാം നിങ്ങൾക്ക് അവൈൽ ചെയ്യാം. അപ്പം എല്ലാം നമ്മൾ പെർ സീറ്റിനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു റിക്രിയേഷൻ ഏരിയാസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമുക്കിവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിക്രിയേഷൻ ഏരിയാസ് ഉണ്ട്. പിന്നെ നമ്മുടെ എല്ലാ സ്പേസും എല്ലായിടത്തും നമ്മളൊരു ഇൻഫോർമൽ ഏരിയാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫുൾ ഫെസിലിറ്റി തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്ത് ഇൻഫോർമൽ ഏരിയാസ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിലിരുന്ന ആൾക്കാർക്ക് മടുക്കുവാണെങ്കിൽ വെളിയിരുന്ന് വർക്ക് ചെയ്യാം. ആ ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി വൈഫൈ കണക്റ്റഡ് ആണ്, അതുകൊണ്ട് സീംലെസ് ആയിട്ടുള്ള ഇന്റർനെറ്റ് കിട്ടും. എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. മൺത്ലി ഒരു ഡെസ്ക്ടോപ്പ് ആണ് ഉപയോഗിക്കുന്നത് മാത്രമേ നിങ്ങൾ ക്യാബിൽ ഇരിക്കേണ്ടതുള്ളൂ. ലാപ്ടോപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നടന്ന് വർക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഒരു സംഭവം നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ ആർക്കാണ് വരാതിരിക്കാൻ തോന്നുക എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാം ഫുള്ളാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അതെ, നമ്മളിപ്പോൾ കറന്റ് ഒരു 100% കപ്പാസിറ്റിയിലാണ് റൺ ചെയ്യുന്നത്. ഒരു 10% എപ്പോഴും ഇങ്ങനെ ചേൺ വന്നുകൊണ്ടിരിക്കും. നമ്മളെപ്പോഴും കുറച്ച് ഏരിയ ഈ പറഞ്ഞ ഡെഡിക്കേറ്റ്, ഈ ഡേ പാസസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതായത് 1 ഡേ സിംഗിൾ ഡേ ഒക്കെ വന്ന് യൂസ് ചെയ്യാനായിട്ട് വരുന്നവർ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു ചെറിയൊരു പോർഷൻ എപ്പോഴും മാറ്റി വെക്കും. സോ ദാറ്റ് ആ ഒരു ഫ്രഷ്നെസ് എപ്പോഴും വരും, പുതിയ ആൾക്കാർ വരുന്നതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്. കറക്റ്റ്. വൺസ് അവർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടെ വിട്ട് പോകാൻ തോന്നില്ല, അവരവരുടെ ടീമുമായിട്ട് കുറച്ചുകൂടെ വലിയ സ്പേസ് എടുക്കും എന്ന് തോന്നുന്നു അല്ലേ? അതെ. നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള ആരാണെങ്കിലും ഇപ്പോഴും കമ്മ്യൂണിറ്റിയിലൊക്കെ മിക്കവാറും ആക്റ്റീവ് ആയിരിക്കും. നമ്മുടെ എന്തെങ്കിലും ഇവന്റ്സ് വരുമ്പോഴത്തേക്ക് അവർ ഇങ്ങോട്ട് വരും. ഇവിടെ സ്പേസ് ഇല്ലെങ്കിൽ പോലും
അവർ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഒരു ടുഗദർനെസ് ഫീൽ ചെയ്യാറുണ്ട്. ഈ സോഷ്യൽസിനെ കുറിച്ചൊന്ന് പറയാമോ? അതായത് എങ്ങനെയാണ് അത് ഇത് ചെയ്യുന്നത്? ലൈക്ക് ആനിവേഴ്സറി ഇവൻറ്റ്സ് പോലെയാണോ, അല്ലെങ്കിൽ നമ്മൾ അതിനൊരു ടൈമുണ്ടോ? കൊക്കോ സോഷ്യൽസ് എന്ന് പറയുന്നത് നമ്മളൊരു കമ്മ്യൂണിറ്റി ഈവൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. അത് ആക്ച്വലി ഒരു പാർട്ടിയാണ്, ഒരു നെറ്റ്വർക്കിംഗ് ഇവൻ്റ് ആണ്. നമ്മളൊരു പുതിയ ഒരു പുറത്തേതിൽ പ്രോപ്പർട്ടിയിലാണ് നമ്മൾ യൂഷ്വലി നടത്താറ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടാവും. അതുകൂടാതെ നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യും. സോ ഒന്നെങ്കിൽ സ്പേസ് എടുക്കാനായിട്ട് താല്പര്യമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ കമ്പനികളുടെ ഹെഡായിരിക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇൻഫോർമലി ചിലപ്പോൾ ഒരു ഡ്രിങ്കിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദറിൻ്റെ പുറത്തായിരിക്കും ചിലപ്പോൾ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഐ ഡോണ്ട് നോ. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റിയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മിക്കവാറും ഒരു 3 months കൂടുമ്പോഴും നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്യാറുണ്ട്. സോ ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ പല കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസും കളക്റ്റീവ് കോവർക്സ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മളിരിക്കുന്ന കാക്കനാട് ഓഫീസിലാണ്. അപ്പോൾ ഇതല്ലാതെ മറ്റ് എവിടെയെങ്കിലും നമുക്കിതിൻ്റെ ഒരു എക്സ്പാൻഷൻ പ്രോജക്ട്സോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതെ, നമ്മുടെ ഈ വർഷം തന്നെ ഒരു എക്സ്പാൻഷൻ ഉണ്ട്. അറൗണ്ട് ഒരു 15,000 സ്ക്വയർ ഫീസും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സോ വി ആർ ലുക്കിംഗ് അറ്റ് അറൗണ്ട് ഡിസംബർ. ആ ടൈമിലോട്ടാണ് നമ്മൾ നോക്കുന്നത്. കംപ്ലീഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഇൻഫോ പാർക്ക് ഏരിയ തന്നെയാണ്. അത് ശരി, ഇൻഫോ പാർക്ക് ഏരിയ തന്നെയാണ്. അപ്പം അതുപോലെ റിക്വയർമെന്റ്സ് ഉണ്ട് ഇൻഫോ പാർക്ക് ഏരിയയിൽ, എസ്പെഷ്യലി ബിക്കോസ് ആ ഒരു ഹോൾ ലോട്ട് ഓഫ് മൈഗ്രേഷൻ ഇസ് ഹാപ്പനിങ്. ടയർ 1 സിറ്റീസിൽ നിന്ന് ടയർ 2 സിറ്റീസ് ലൈക്ക് കൊച്ചിനിലോട്ട് ആൾക്കാർ മാറുന്നതിന്റെ ആ ഒരു ഇനിഷ്യലി അതൊരു ചലഞ്ച് അല്ലായിരുന്നു? ലൈക്ക് ഇതുപോലെ ഒരുപാട് ഓഫീസ് സ്പേസസ് അല്ലെങ്കിൽ ബിൽഡിംഗ് ഉള്ള ഇൻഫോ പാർക്ക് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത് അതൊരു ഹ്യൂജ് ചലഞ്ച് അല്ലായിരുന്നു? അപ്പം ആ സമയത്ത് നമ്മൾ ആ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു, നമുക്ക് സക്സസ് ആവുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു? ലൈക്ക് നമ്മൾ അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പം ഇപ്പം ഇൻഫോ പാർക്ക് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്താണേലും ഒരു സിംഗിൾ സ്പേസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങളുടെ ഓൺ സ്പേസ് ആയിരിക്കും. കറക്റ്റ്. പിന്നെ അത് സെസ് ഏരിയ ആണ്. സെസ് ഏരിയ എന്ന് പറയുമ്പോൾ സെസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെസ് ഇംപ്ലിക്കേഷൻസ് ഉള്ള കമ്പനികൾക്ക് മാത്രമേ അവിടെ സ്പേസ് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് നൂലാമാലകളുണ്ട് ഒരു സ്പേസ് അവിടെ എടുക്കണമെങ്കിൽ തന്നെ. ആൻഡ് ഒരു ഹ്യൂജ് ലൈനപ്പ്, ഒരു വെയിറ്റിംഗ് ക്യൂ ഉണ്ട്. ആ ക്യൂ കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് എന്താണേലും അവിടെ സ്പേസ് കിട്ടുള്ളൂ. സോ ഇൻഫോ പാർക്ക് ഏരിയയുടെ ഒരു അഡ്രസ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നിയർ ഇൻഫോ പാർക്ക് ആണ്, ഓപ്പോസിറ്റ് ഇൻഫോ പാർക്ക് ആണ്, അഡ്ജസ്റ്റന്റ് ടു സ്മാർട്ട് സിറ്റി ആണ്. നമ്മുടെ ഒരു വാൾ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് സിറ്റിയാണ്. സോ ആ വാളുമായിട്ട് ചേർന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രോപ്പർട്ടി. അതുപോലെ സോ ഇപ്പോൾ നിങ്ങളൊരു സിംഗിൾ കമ്പനി ആണെങ്കിൽ നിങ്ങളുടെ ഓൺ സ്പേസിൽ ഇരിക്കുന്നതിനേക്കാളും അഡ്വാൻറ്റേജ് എപ്പോഴും മൾട്ടിപ്പിൾ കമ്പനീസ് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടാവും, ബിസിനസ് പരമായിട്ടും പേഴ്സണലായിട്ടും. എസ്പെഷ്യലി നമ്മുടെ ക്ലയൻറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം ക്ലയൻസ് ആണ് കൂടുതലുള്ളത്. സ്റ്റാർട്ടപ്സ് ആണെങ്കിലും പ്രീമിയം സ്റ്റാർട്ടപ്സ് ആണ്. പിന്നെ EY പോലത്തെ കമ്പനികളുണ്ട്, നമ്മളിവിടെ സ്പേസ് എടുത്തിട്ടുണ്ട്. ഓയോ, EY. അപ്പോൾ അങ്ങനത്തെ ഒരു കോർപ്പറേറ്റ് ലെവലിലുള്ള കമ്പനീസുമായിട്ടും നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അതൊന്നും നിങ്ങൾക്ക് ഇൻഫോ പാർക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ഓൺ സ്പേസിലായിരിക്കും. അപ്പം കുറേ ഡിസഡ്വാൻറ്റേജസ് അങ്ങനെ വരും. അപ്പം അൺടിൽ ആൻഡ് അൺലെസ് ഒരു 120 അല്ലെങ്കിൽ 300 സീറ്റ്സ് നോക്കുന്ന ഒരു സിറ്റുവേഷൻ എത്തുന്നിടം വരെ കോവർക്കിംഗ് സ്പേസസ് അല്ലെങ്കിൽ മാനേജ്ഡ് ഓഫീസ് സ്പേസസ് കോൺസെപ്റ്റ് ആണ് നല്ലത്. ആ ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയുടെ ഒരു ബേസിസിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം അല്ലേ? എനിക്ക് തോന്നുന്നു അന്ന് ഈ തുടങ്ങിയ സമയത്ത് അധികം ഇതുപോലെ വെഞ്ചേഴ്സ് ഇല്ല അല്ലേ? ഇല്ല. ഇപ്പം ആക്ച്വലി അതിനനുസരിച്ചുള്ള കോമ്പറ്റീഷൻ വരുന്നുണ്ട്, ഒരുപാട് പ്ലേയേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഒരു കമ്പനി നമുക്ക് റൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പല പ്രഷേഴ്സും പല ചലഞ്ചസും ഇഷ്യൂസും ഡിഫിക്കൽട്ട് ടാസ്കും ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഇത്രയും കമ്പനീസ് നിങ്ങൾ അണ്ടർ ഓൺ റൂഫിൽ അല്ലേ കൊണ്ടുവന്നിരിക്കുകയാണ് ആ ഒരു കോൺസെപ്റ്റ്. സോ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? നമ്മുടെ ടീം എല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി തന്നെ ഫുൾ ടൈം നമ്മുടെ സ്പേസിൽ തന്നെ ഉണ്ടാവും. യൂഷ്വലി ഒരു കോവർക്കിംഗ് സ്പേസിൽ ചിലപ്പോൾ ഒരു 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 5 പേരുള്ള ഒരു ടീമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ലെവലിൽ ഒരു കമ്പനി റൺ ചെയ്യുന്ന ഒരു സെയിം പ്രശ്നങ്ങളും ഇഷ്യൂസും നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ നമ്മൾ ഇവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ബിസിനസ്. അപ്പം നമുക്ക് ഓരോ കാര്യങ്ങൾക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവരത് ഹാൻഡിൽ ചെയ്യും. അപ്പം അങ്ങനെ ആ ഒരു ഇതിലാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ ഓണേഴ്സ് തന്നെ എപ്പോഴും ഫുൾ ടൈം ഒരു നമ്മുടെ ഫെസിലിറ്റിയിൽ അവൈലബിൾ ആണ്. സോ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ് അവർക്ക് തന്നെ വേണമെങ്കിൽ നമ്മളോട് വന്ന് സംസാരിക്കാം. ക്ലയൻസ് നമ്മളോട് തന്നെ ഡയറക്റ്റ് സംസാരിക്കാം. ഒരുപാട് ഇഷ്യൂസ് വരാറുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് വൈസ് ആയിട്ടായാലും ഇഷ്യൂസ് വരാറുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ സോർട്ട് ചെയ്യും. പിന്നെ ഇതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന
ഒരു ഇതുണ്ട്. അപ്പോൾ ഇവിടേക്ക് നമുക്ക് ശരിക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ലൈക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ത്രൂ തന്നെയാണോ? അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഇവിടെ അത് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊരു അസിസ്റ്റൻസ് കൊടുക്കാനൊക്കെ നമുക്ക് HR ആണോ അല്ലെങ്കിൽ ആരാണ് അത് ശരിക്കും നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ? നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സെയിൽസ് ഗ്രൂപ്പ് ഉണ്ട്. സോ സെയിൽസ് ടീം നമ്മൾ അതിനെ എന്ത് ലീഡ്സ് വന്നാലും നമ്മളത് മാക്സിമം നമ്മളത് കൺവേർട്ട് ചെയ്യാൻ നോക്കും. അപ്പം നമ്മുടെ മാർക്കറ്റിംഗ് എല്ലാം നമ്മൾ ഈ ഓൺലൈൻ ത്രൂ ആണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ബൈ വേർഡ് ഇവിടെ യൂസ് ചെയ്തവർ അത്രയും നമ്മളെ വൗച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ നമ്മളെ റെക്കമെൻഡ് ചെയ്യും, അങ്ങനെ ആൾക്കാർ വരാറുണ്ട്. പിന്നെ ത്രൂ ഇപ്പം ഇവിടെ എക്സിസ്റ്റിംഗ് വർക്ക് ചെയ്യുന്ന ക്ലയൻസ് തന്നെ ചിലപ്പം എക്സ്പാൻഷൻ പറയാറുണ്ട്. അതായത് ഇപ്പോൾ 15 സീറ്റ് എടുത്തവർ ചിലപ്പം അടുത്ത ഒരു 2 മാസത്തേക്ക് ഇനിയിപ്പോൾ ഒരു 30 സീറ്റ് വേണമെന്ന് പറയും. അപ്പോൾ അതൊക്കെ ഒരു ടെക്നിക്സ് ആണ്. തുടങ്ങിയതിന് ശേഷം നമുക്കൊരു വലിയൊരു ക്രൈസിസ് നമുക്ക് ഫേസ് ചെയ്ത ഒരു അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ വലിയൊരു ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്തത്? ഞങ്ങൾ ഒബ്വിയസ്ലി സ്റ്റാർട്ട് ചെയ്തത് കോവിഡിന്റെ സമയത്താണ്. ഐ മീൻ 21 എന്ന് പറഞ്ഞാൽ പോലും ആൾക്കാരെല്ലാവരും ഫുള്ളി ഓഫീസിലോട്ട് വരാനും വന്നിട്ടില്ല. സെക്കൻഡ് വേവ് വരുന്ന സമയമായിരുന്നു. സെക്കൻഡ് വേവ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആക്ച്വലി ഇത് പിന്നെയും ഒന്ന് ഡിലേ ചെയ്യേണ്ടി വന്നു, സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് ഫുള്ള് നമ്മൾ വീണ്ടും ആ ഒരു ഫുൾ പ്രോട്ടോകോൾ എല്ലാവരും ഫോക്കസ് ആയിട്ട് ചെയ്യേണ്ടി വന്നു. ലൈക്ക് ഫ്യൂമിഗേഷൻ അങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്യേണ്ടി വന്നു. അതൊക്കെയായിരുന്നു നമുക്ക് മെയിൻലി വരുന്നത്. പിന്നെ ഡേ ടു ഡേ എന്താണേലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്താണേലും ഉണ്ടാവും. ഇന്റർനെറ്റിന് ചെറിയ സ്പീഡ് കുറവോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ മാക്സിമം ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ റെക്ടിഫൈ ചെയ്യാറുണ്ട്. ആ ഒരു ക്രൈസിസിന്റെ പോയിന്റ് ഓഫ് ടൈമിൽ ചിന്തിച്ചായിരുന്നോ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇത് ചെയ്തത് ശരിയാവുമോ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകുമോ എന്നൊക്കെ ഒരു തോട്ട് വന്നിരുന്നു എപ്പോഴെങ്കിലും? ഒരിക്കലും ഇല്ല. എന്ന് വെച്ചാൽ ആ ഒരു ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ലിവറേജ് ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും. അപ്പം അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. സോ ബേസിക്കലി ആ ഒരു വറി ഇല്ലായിരുന്നു. അത് ശരി. ഒബ്വിയസ്ലി പുതിയൊരു കോൺസെപ്റ്റ് ആയിരുന്നു. അത് മാർക്കറ്റ് ചെയ്ത് എടുക്കാനായിട്ടാണ് ഏറ്റവും പാട്. നമുക്ക് മലയാളികൾക്ക് പെട്ടെന്നൊരു ഒരു സംഭവം നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പോലും നമ്മൾ മലയാളികൾ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അതിന്റെ ആ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ മലയാളികൾ എന്താണെങ്കിലും ഒരു കാര്യം ചെയ്യും. സോ ഐ തിങ്ക് ആ ഒരു ടൈം ഫ്രെയിം നമുക്കുണ്ടായിരുന്നു. ഇനിഷ്യലി നമുക്ക് ആ ഒരു ടൈം ഫ്രെയിം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു ലെവറേജ് നമ്മൾ ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് വൈസ് ആയിട്ടാണെങ്കിലും നമ്മൾ ആ ഒരു എപ്പോഴും റിസർവ് വെച്ചിരുന്നു. ഞാനൊരു വേറൊരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഈ ഒരു കോൺസെപ്റ്റ് കേൾക്കുന്ന അത്യാവശ്യം എന്താ പറയുന്നത് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് പ്ലാൻ ഉള്ള ഒരാളിന് പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ തോന്നും ഓക്കെ എനിക്കൊരു സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു എമൗണ്ട് ഉണ്ട്, ഓക്കെ എന്നാൽ പിന്നെ വൈ നോട്ട് കൊക്കോയുടെ ഒരു മോഡലിൽ നമുക്കൊന്ന് ചെയ്തുകൂടെ എന്നൊക്കെ ചിന്തിക്കുകയല്ലോ ഒരു സ്റ്റാർട്ടപ്പ് നിൽക്കുന്ന ഒരാളിന്. അങ്ങനെയുള്ളവർക്ക് ഇത് എത്രത്തോളം ഈസി ആണോ, അല്ലെങ്കിൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ എനിക്ക് പോലും തോന്നാറുണ്ട് ഇത് കേൾക്കുമ്പോൾ ഓക്കെ ശരി നമുക്കൊരു സ്പേസ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്തുകൂടെ. പക്ഷേ അത് എത്രത്തോളം വെല്ലുവിളികൾ, എത്രത്തോളം ചലഞ്ചസ് അതിൻ്റെ പുറകിലുണ്ട്? ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ഒരു നല്ലൊരു ആർക്കിടെക്റ്റും അത്യാവശ്യം കാശും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു സ്പേസ് ഡിസൈൻ ചെയ്തെടുക്കാം, കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. പക്ഷേ അത് ഡേ ടു ഡേ റൺ ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് തലവരകളുണ്ട്. ഇപ്പം എൻ്റെ ഫെസിലിറ്റിയിൽ ഞാൻ പറഞ്ഞ പോലെ 300 ക്ലയൻസ് ഉണ്ട്. 300 ക്ലയൻസ് എന്ന് പറഞ്ഞാൽ 300 ഇൻഡിവിജ്വൽസ് ആണെന്ന് വിചാരിക്കുക. 300 ഇൻഡിവിജ്വൽസിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പണിയല്ല. എല്ലാ ദിവസവും ഓഫീസിൽ വരുമ്പോഴത്തേക്ക് ഇത്രയും ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് ആർ ഡെഫിനറ്റ്ലി ഡൈനാമിക്. ഇപ്പോൾ ഒരാളുടെ റിക്വയർമെന്റ് ആയിരിക്കില്ല മറ്റേയാളുടെ റിക്വയർമെന്റ്, ഒരാളുടെ പ്രശ്നങ്ങളായിരിക്കില്ല ചിലപ്പോൾ മറ്റേയാളുടെ പ്രശ്നങ്ങൾ. അപ്പം ഓരോരുത്തരെയും പല സെക്ടേഴ്സ് ഓഫ് അല്ലേ ബിസിനസ് ആണ്. ഡെഫിനറ്റ്ലി യെസ്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കോർപ്പറേറ്റ് ലെവലിലോട്ട് വരുമ്പോഴത്തേക്ക് അതിനനുസരിച്ചിട്ടായുള്ള വ്യത്യാസങ്ങൾ വരും. ഇപ്പം ഇൻക്ലൂഡിങ് നമ്മുടെ സ്പേസ് എടുക്കുന്നതിന് മുമ്പ് കോൺട്രാക്ട് ചെയ്യുന്നതിന്റെ സമയത്ത് പോലും ഇപ്പോൾ സ്റ്റാർട്ടപ്പിനൊക്കെ എന്ന് പറഞ്ഞാൽ ബേസിക് കോൺട്രാക്ട് കൊടുത്താൽ മതി. പക്ഷേ ഒരു MNC വരുമ്പോഴത്തേക്ക് അവരുടെ ചെക്ക് ലിസ്റ്റ് തന്നെ ഒരു വലിയ ലിസ്റ്റാണ്. അപ്പം അത് ഫുള്ള് നമ്മൾ നമ്മുടെ ആ ഒരു സ്പെസിഫിക്കേഷൻ ഓക്കെ ആണെന്ന് അവർക്ക് തോന്നിയാൽ മാത്രമേ അവർ സ്പേസ് എടുക്കുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മന്ത്ലി ഇത്ര സാധനങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇത്ര റിപ്പോർട്ട്സ് നമ്മൾ തിരിച്ച് അവർക്ക് കൊടുക്കണം, അങ്ങനത്തെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും. പിന്നെ ആൾക്കാരുടെ വെൽബീങ് ആണ് ഈ MNCs എല്ലാം ഏറ്റവും കൂടുതൽ മെയിൻലി നോക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസഡ്വാൻറ്റേജ് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് മെയിൽ ത്രൂ വരും. അത് നമ്മൾ ഏറ്റവും മിനിമം ടൈമിൽ റെക്ടിഫൈ ചെയ്ത് കൊടുക്കുക. അവിടെയാണ് അതിൻ്റെ ആ ഒരു ഇതിരിക്കുന്നത്. ഇതിപ്പം ഇങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പ്രോബ്ലം സോൾവിങ് എഫിഷ്യൻസി അവിടെയാണ് കാര്യങ്ങൾ. ഡേ ടു ഡേ റണ്ണിങ്ങിലാണ് കാര്യങ്ങൾ. നിങ്ങൾ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു, ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഒരു
സ്റ്റാൻഡ് ഔട്ട് ആയി നിൽക്കാൻ പറ്റും. ഞാനിവിടെ വന്നപ്പോൾ മുതൽ ഞാൻ വണ്ടർ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ലൈക്ക് ഒരു കമ്പനി തന്നെ നമുക്ക് റൺ ചെയ്ത് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ലൈക്ക് അത് ഈ പറഞ്ഞ പോലെ പല കൈൻഡ് ഓഫ് ആൾക്കാരാണ് അല്ലേ, പല കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഇഷ്യൂസ് ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ എംപ്ലോയീസിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ അവരുടെ പല 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 ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അറ്റ് എ ടൈം നിങ്ങൾ ഇത്രയും കമ്പനീസ് ഇവിടെ റൺ ചെയ്തുകൊണ്ട് പോവുക, അതും വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത് ഹ്യൂജ് അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഡെഫിനറ്റ്ലി, ബട്ട് ദ ടീം ഈസ് ഡെഡിക്കേറ്റഡ് ടു ഇറ്റ്. എന്നുവെച്ചാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസും ഇവിടുത്തെ ഓരോ കമ്പനിയിലെയും അവരുടെ എംപ്ലോയീസ് ആണെന്നുള്ള രീതിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പം അത്രയും ഹെൽപ്ഫുൾ ആയിട്ടാണ് അവർ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഓരോ എന്തെങ്കിലും ഒരു റിക്വയർമെൻറ്റ് എവിടുന്നെങ്കിലും ഒരു ക്ലയൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും മിനിമം ടൈമിൽ ചെയ്തു കൊടുക്കുക. അതിലാണ് നമ്മുടെ ഒരു വിജയം എന്നിരിക്കുന്നത്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അവരിവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി യെസ്. 2021 നമ്മൾ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ by 2022 everybody knew Collective Co-works because we were doing events and ഈ പറഞ്ഞ നമ്മുടെ ഈ കൊക്കോ സോഷ്യൽസ് നടത്തിയ ഒരു നെക്സ്റ്റ് ഡേ തന്നെ ചിലപ്പോൾ ഒരു 20 സീറ്റൊക്കെ നമ്മൾ വിറ്റിട്ടുണ്ട്. നമ്മൾ ഇനിഷ്യലി ആ ഒരു കൊക്കോ പാർട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ നോട്ടിലാണ് നമ്മൾ ആ പാർട്ടി വെച്ചിരുന്നത്. ആ പാർട്ടി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ അറൗണ്ട് 20 സീറ്റ്സ് നമ്മൾ സെല് ചെയ്തു. അപ്പം ആൾക്കാർക്ക് ആ ഒരു ഫീലിംഗ്, അതായത് റെഗുലർ ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് അല്ല, എനിക്ക് തോന്നുന്നു സംതിങ് മോർ ദാൻ റെഗുലർ വർക്ക് സ്പേസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ ഡിമാൻഡ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഒരു ലൊക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. അത് ഞാൻ ഒരിക്കലും ഇല്ല എന്ന് പറയില്ല, ബിക്കോസ് നമ്മുടെ ഒരു USP തന്നെയാണ് ആ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫോ പാർക്കിന് നേരെ ഓപ്പോസിറ്റ് ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഒരു കോംപ്ലക്സ് ആണിത്. നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാണ്. സോ ബേസിക്കലി എല്ലാ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സും ഉണ്ട്. ഏത് ടൈപ്പ് ഓഫ് ഇപ്പോൾ രാവിലെ വന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ നമുക്ക് വാലെ സർവീസസ് ഉണ്ട് കേട്ടോ. അപ്പം വാലെ സർവീസ് എടുത്ത് വണ്ടി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് നിങ്ങൾ തിരിച്ചു പോകുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്പേസിനകത്ത് തന്നെ നടക്കും. ബാങ്കിങ് ആയിക്കോട്ടെ, ജിം ആയിക്കോട്ടെ, നമ്മുടെ സലോൺ ആയിക്കോട്ടെ, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആയിക്കോട്ടെ, റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ. സോ ഇതെല്ലാം ഈ ഒരു സ്പേസിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇൻഫോ പാർക്കിൻ്റെ അഡ്രസ്സും ഓപ്പോസിറ്റ് ഇൻഫോ പാർക്ക് എന്നാണ് നമ്മുടെ അഡ്രസ്സ്. എന്താണ് നമുക്കിപ്പോൾ അനന്തുവിൻ്റെ ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഗോൾ എന്ന് പറയുന്നത്? ദ ഐഡിയ ഈസ് 2026 ആകുമ്പോഴത്തേക്ക് നമുക്കൊരു 3000 സീറ്റ്സ് പ്ലസ് ആവണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഗോൾ. ഞങ്ങൾ 3 പാർട്ട്നേഴ്സിൻ്റെ ഒരു ഐഡിയ ബേസിക്കലി ഇതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 3000 സീറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റണം. ഈ പ്രോജക്റ്റിൽ തന്നെയാണോ? അതെ, കളക്റ്റീവ് കോവർക്സ്. ഓക്കെ, കളക്റ്റീവ് കോവർക്സ് തന്നെ. പക്ഷേ ചിലപ്പോൾ അതിൻ്റെ മോഡൽസ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പം ലൊക്കേഷൻ അനുസരിച്ചിട്ടിരിക്കും. ഇപ്പം പിന്നെ ക്ലയന്റൽ ബേസും. സോ ഇപ്പം സ്റ്റാർട്ടപ്സിനാണെങ്കിൽ ഇതുപോലെ ചെറിയ സ്പേസസ് മതി, ചെറിയ ക്യാബിൻസ് ആയിരിക്കും വേണ്ടത്. നമ്മൾ മാനേജ്ഡ് ഓഫീസ് സ്പേസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ചെയ്യാറുണ്ട്. സോ ഇപ്പോൾ ഒരു സിംഗിൾ ക്ലയന്റിന് ഒരു ഫുൾ സ്പേസ് നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, പക്ഷേ ഈ പറഞ്ഞ എല്ലാ സർവീസസും നമ്മളായിരിക്കും ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ ഹൗസ് കീപ്പിംഗ്, സെക്യൂരിറ്റി, മെയിൻ്റെനൻസ്, അങ്ങനത്തെ എല്ലാ പരിപാടികളും നമ്മൾ തന്നെ ചെയ്യും. പക്ഷേ അവർക്ക് നമ്മൾ ബില്ല് ചെയ്യുന്നത് ഈ പറഞ്ഞ ഫുൾ സ്പേസിന് വേണ്ടിയിട്ട്, ഫുൾ എമ്യൂണിറ്റീസോട് കൂടിയായിരിക്കും. സോ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു 200-300 പേർക്കുള്ള ഒരു സ്പേസ് വേണമെങ്കിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും വിത്ത് എ കമ്മിറ്റ്മെന്റ്. ഒബ്വിയസ്ലി ഒരു ടൈം ഫ്രെയിം കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും, ഒരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ടായിരിക്കും അവരുടെ സ്പെസിഫിക്കേഷനിൽ തന്നെ ചെയ്യുവാണെങ്കിൽ. പക്ഷെ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു വർക്കിംഗ് സ്പേസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ മാത്രമാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡീഷണലി നമുക്ക് ലൈക്ക് ഇപ്പം നമ്മൾ ഈ ഒരു വിഷ്വൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ആൾക്കാരെന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, അത്തരം ഷൂട്ടിംഗ് സ്പേസ് ആയിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ടോ ഇവിടെ? യെസ്, നമ്മളിവിടെ ഷൂട്ടിംഗ് സ്പേസ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഒരു ഫുൾ ഡേ ഷൂട്ടിനോ അല്ലെങ്കിൽ 2 ഡേ ഷൂട്ടിനൊക്കെ നമ്മൾ വീക്കെൻഡിൽ കൊടുക്കാറുണ്ട്. നമ്മുടെ ഈ സ്പേസിൽ നമ്മൾ ഷൂട്ട് ചെയ്ത സിനിമകളുണ്ട്, ആഡ്സ് ഉണ്ട്. അതല്ലാതെ നമ്മൾ ട്രെയിനിങ് സെഷൻസിന് വേണ്ടി നമ്മുടെ സ്പേസുകൾ വിട്ടു കൊടുക്കാറുണ്ട്. സോ കോൺഫറൻസ് റൂം ആവാം, അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ ലോഞ്ച് ഏരിയ ആയിരിക്കാം, ആംഫി തിയേറ്റർ ആയിരിക്കാം. ആ ഏരിയയിൽ നമ്മൾ ഇങ്ങനെ ഓരോ ചെറിയ ട്രെയിനിങ്സോ അല്ലെങ്കിൽ ഗെറ്റ് ടുഗദേഴ്സിനോ ഒക്കെ കൊടുക്കാറുണ്ട്. ഇത്തരം ഫിലിം ഷൂട്ട്സും മറ്റു കാര്യങ്ങളും വരുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ വലിയ MNCസും അല്ലെങ്കിൽ മറ്റ് കോർപ്പറേറ്റ് കമ്പനീസും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും? സോ ഫസ്റ്റ്ലി ഇത് വർക്ക് സ്പേസ് എന്നുള്ളതാണ് പ്രൈമറി കോൺസെപ്റ്റ്. അപ്പോൾ എപ്പോഴും നമ്മൾ അത് കീപ്പ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും നമ്മൾ അഡീഷണൽ സർവീസസിന് കൊടുക്കുന്നത്. ഇപ്പം സെക്കൻഡറി ആയിട്ട് വരുന്നതാണ് ഷൂട്ടൊക്കെ. നമ്മൾ അതുപോലെ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങൾ, അതായത് എസ്പെഷ്യലി സൺഡേസ് ആണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. ഇപ്പം തന്നെ പുതിയ ജനറേഷനിലൊക്കെ ഉള്ള ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഒക്കെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ കോക്കോ പോലൊരു സ്പേസ് അല്ലെങ്കിൽ ഒരു കോവർക്കിംഗ് സ്പേസ് അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു ബെനിഫിറ്റ് എന്തായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം? ഒരു പുതിയൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു പുതിയൊരു സംഭവം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഐഡിയേഷൻ ടൈമിൽ തന്നെ നമ്മൾ ആദ്യമേ പോയി ഒരു ചെറിയൊരു ഓഫീസ് സ്പേസ് എടുത്ത് അതിന് നമ്മൾ ഡെപ്പോസിറ്റ് കൊടുത്ത് അത് ഫുൾ ഫർണിഷ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരും.
അതിൻ്റെ ഒരു പകുതി ഇൻവെസ്റ്റ്മെന്റ് പോലും വരില്ല നിങ്ങൾക്ക് ഒരു സ്പേസ് എടുക്കാനായിട്ട്. ആ ഒരു ഫുൾ ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ആ ചെയറിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മാത്രം മതി. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 5 പേരുള്ള ഒരു കമ്പനിയെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ 5 പേർക്കുള്ള സ്പേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഫോ പാർക്ക് ഏരിയയിൽ 5 പേർക്ക് ഇരിക്കാനായിട്ട് ഒരു റൂം നിങ്ങൾ പണിയണമെങ്കിൽ അത്യാവശ്യം ലക്ഷങ്ങൾ നിങ്ങൾ അതിനു വേണ്ടി മുടക്കേണ്ടി വരും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബിസിനസ് വളർന്നു, ഈ 5 പേർക്കല്ലാതെ 10 പേരായി. 10 പേരായപ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 5 പേരിരുന്ന സ്പേസിൽ നിങ്ങൾക്ക് 10 പേരെ ഇരുത്താൻ പറ്റില്ല. വീണ്ടും ഇതേ എക്സസൈസ് തന്നെ വീണ്ടും നിങ്ങൾ ചെയ്യണം. കുറച്ചുകൂടി വലിയ സ്പേസ് എടുത്ത് കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെന്റ് കൂട്ടി നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇനിഷ്യലി ഈ പറയുന്ന ഒരു 1.5-2 വർഷം അല്ലെങ്കിൽ 3 വർഷം ടൈം നിങ്ങൾ ഇതുപോലെ ഒരു കോവർക്കിംഗ് സ്പേസിലോ അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ മോഡലിൽ ഇരിക്കുന്ന സ്പേസുകൾ നോക്കുക. അവിടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇനി അഥവാ ഗോഡ് ഫോർബിഡ് നിങ്ങളുടെ ബിസിനസ് വളർന്നില്ല, ഷട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾക്ക് ആ ലോസ് മിനിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയാണ് ഈ ഒരു കോവർക്കിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നിങ്ങളൊരു 100 അല്ലെങ്കിൽ 300 സീറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി കോവർക്കിങ്ങിനേക്കാളും അഡ്വാൻറ്റേജ് നിങ്ങളുടെ ഓൺ സ്പേസ് ആയിരിക്കും. പക്ഷെ അതുവരെ എപ്പോഴും ഈ പറഞ്ഞ ഒരു ഫ്ലെക്സിബിൾ മോഡലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഹൈബ്രിഡ് മോഡൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിരിക്കും എപ്പോഴും നല്ലത്. അതായത് ഒരു വലിയൊരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സേവ് ചെയ്യണം അല്ലേ? ആ ഇൻവെസ്റ്റ്മെന്റ് മേ ബി അവർക്ക് അവരുടെ പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് സൈഡിൽ കൊടുക്കാം. അപ്പൊ അതുപോലെ നല്ലൊരു ആളെ നിങ്ങൾക്ക് ഹയർ ചെയ്യാൻ പറ്റും. ഇനിഷ്യലി നമ്മൾ വെറുതെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിലോട്ട് നിങ്ങൾ അത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു 5 പേരുടെ ഓഫീസ് നിങ്ങൾ പണിത് കഴിഞ്ഞാൽ നിങ്ങൾ 5 പേരെ മാത്രമേ നിങ്ങൾ കാണുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ ബാക്കി ഈ പറഞ്ഞ പോലെ 300-നകത്ത് ഈ 295 ആൾക്കാർ വേറെ ഉണ്ട് നിങ്ങൾക്ക് കാണാനായിട്ടും സംസാരിക്കാനായിട്ടും പല ഐഡിയാസ് ഷെയർ ചെയ്യാനായിട്ടും. അപ്പൊ അങ്ങനെ ഒരു എക്കോസിസ്റ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതെ, ഒരു കോർപ്പറേറ്റ് ഒരു വലിയൊരു കമ്പനി വർക്ക് ചെയ്യുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിപ്പോൾ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന പല കമ്പനികളും ഇന്റർ കണക്റ്റഡ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ലൈക്ക് അവർക്ക് തന്നെ ക്ലയൻസ് ആവാം അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഉറപ്പായിട്ടും ഞങ്ങൾ അങ്ങനെ ഒരു ഫെസിലിറ്റേഷൻ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. സ്പോട്ട്ലൈറ്റ് തേഴ്സ്ഡേ എന്ന് പറഞ്ഞൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട് കളക്റ്റീവ് കോവർക്സിന്. അത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് ഒരു തേഴ്സ്ഡേ അവരെ സ്പോട്ട്ലൈറ്റ് ഇടും. സോ അവർക്ക് എന്തെങ്കിലും അവരുടെ ബിസിനസിനെ പറ്റി അവർക്ക് സംസാരിക്കാം. അവരുടെ ഒരു ഹെഡായിരിക്കും അന്ന് സംസാരിക്കുന്നത്. എന്തെങ്കിലും ഹയറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അവർ അതിനെപ്പറ്റി പറയും. ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലയന്റിനെ അവർക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് പറയും പബ്ലിക്കലി. അപ്പം അത്രയും ആൾക്കാർക്ക് അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് ശരി. അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഇപ്പൊ പല ടൈപ്പിലുള്ള ബിസിനസ്സുകളുണ്ട്. ഇപ്പൊ ഫ്രീലാൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതല്ലാതെ MNCs ഉണ്ട്. അപ്പൊ അവരുടെ എല്ലാ സർവീസസ് ചിലപ്പം ഈ പറഞ്ഞ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യപ്പെടും. എടുത്ത് പറയത്തക്ക രീതിയിൽ എന്തൊക്കെ സെക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്? എല്ലാം പറയാൻ പറ്റില്ല. ഐ നോ ലൈക്ക് 300 കമ്പനീസ് ഇവിടെ വർക്കിംഗ് ആയിരിക്കാം മേ ബി. സോ ഏതൊക്കെയാണ് ഒരു മെയിൻ സെക്ടേഴ്സ് നമുക്ക് പറയാൻ പറ്റുന്നത്? സോ IT ആണ് നമ്മുടെ ഒരു മേജർ ക്ലയൻസ് എല്ലാം. IT റിലേറ്റഡ് ആണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റോ അല്ലെങ്കിൽ ആ ഒരു ബാക്ക് എൻഡ് വർക്കിൽ ചെയ്യുന്നവരാണ് കൂടുതലും. പിന്നെ ഇപ്പം നമ്മുടെ ഇപ്പം OYO ഉണ്ട്. OYOയുടെ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ഹെഡാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ EYയുടെ ഉണ്ട്. അതും ഇതുപോലെ ബാക്ക് എൻഡ് സർവീസസ് ഒക്കെയാണ് അവർ ഹെൽപ്പ് ചെയ്യുന്നത്. ആർക്കിടെക്ട്സ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, സിനിമാക്കാരുണ്ട്, ഇവന്റ്സുകാരുണ്ട്. അപ്പൊ അവരെല്ലാവരും ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു വെർച്വൽ ഓഫീസ് എടുത്ത ആൾക്കാരും ഉണ്ട്. സോ അവരെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റും. ഒരു ഇവന്റ് വരുമ്പോഴത്തേക്ക് ഇവരെ എല്ലാവരും കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാക്ക് ആൻഡ് വർക്കിൽ വേണ്ടിയിട്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റോ പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എൻഗേജ്മെന്റോ വേണമെങ്കിൽ അതുണ്ട്. മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് മാർക്കറ്റിംഗ് കമ്പനീസ് ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഈ ഒരു ഫെസിലിറ്റി ഈ ഒരു എക്കോസിസ്റ്റത്തിനകത്തും തന്നെ കിട്ടും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഞങ്ങളുടെ ഒരു പ്രീമിയം പ്രൈസിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ക്ലയൻസ് എല്ലാം നല്ല അത്യാവശ്യം പ്രീമിയം ക്ലയൻസ് ആണ്. സ്റ്റാർട്ടപ്സിലാണെങ്കിൽ നമ്മൾ പ്രീമിയം സ്റ്റാർട്ടപ്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് ഈ ഒരു എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അടുത്ത നമ്മുടെ കോക്കോ സോഷ്യൽസ് എപ്പോഴാണ്? ശരിക്കും നമ്മളും വെയിറ്റിംഗ് ആണ്. ഈ കേൾക്കുമ്പോൾ നമുക്കും ശരിക്കും അത് കാണണം. കോക്കോ സോഷ്യൽസ് ഉടനെ തന്നെ ഉണ്ടാവും. നമ്മൾ ഓപ്പൺ മൈക്ക് സെഷൻസ് വെക്കാറുണ്ട്. ഇവിടുത്തെ ക്ലയൻസിന് തന്നെ അവരുടെ ടാലൻസ് പബ്ലിക്ലി പുറത്തെടുക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതല്ലാതെ നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. അപ്പൊ അതും എല്ലാം വരും, ഉടനെ വരും. ഈ എല്ലാ കമ്പനീസിന്റെയും ഇൻവോൾവ്മെന്റ് അതിലുണ്ടാവും അല്ലേ? നല്ല ശതമാനം ആൾക്കാരും ഉണ്ടാവും. ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അതായത് നമ്മൾ ഒരു പരിപാടി അനൗൺസ് ചെയ്താൽ മാത്രം മതി. ബാക്ക് ആൻഡ് വർക്ക് എല്ലാവരും ഇതുപോലെ ഒരു കളക്റ്റീവായിട്ട് എല്ലാവരും ഒരുമിച്ച് പേര് പിന്നെയും അന്വർത്ഥമാക്കുന്ന രീതിയിൽ കളക്റ്റീവ് സത്യം. അപ്പൊ അതുപോലെ തന്നെ അവര് തന്നെ മുൻകൈ എടുത്ത് എല്ലാ പരിപാടിയും അങ്ങ് നടന്നു പോകും. അപ്പോൾ എന്തായാലും അത് അങ്ങനെ തന്നെ ഇനിയും പുതിയ പുതിയ വെഞ്ചേഴ്സ് ആയിട്ട് മുന്നോട്ട് വരിക.
എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. ഓക്കെ.